next topic is laminas with variable density. അപ്പോൾ ലാമിനയും അതിൻ്റെ ഡെൻസിറ്റിയെ പറ്റിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ മൊമെൻറ്റ്, അതുപോലെ മാസ്, പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അങ്ങനെ കുറേ നമ്മൾ ഫിസിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ അത് ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ടൈമിലുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഡെൻസിറ്റി ഉള്ള, അതുപോലെ ഒരു റീജിയന്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് നമുക്ക് എന്താ നോക്കാം. ഇഫ് റോ ഈസ് എ കോൺസ്റ്റന്റ് ഡെൻസിറ്റി, ദാറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് ഏരിയ, then the mass of the lamina coinciding with a region bounded by the graphs of y equal to f of x, the x-axis and the lines x equal to a and x equal to b. അപ്പൊ നമ്മുടെ ഒരു റീജിയൻ തരാണ്. ആ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, y equal to f of x. ആ റീജിയന്റെ ബൗണ്ടറീസ് ആണ് പറയുന്നത്. y equal to f of x എന്ന് പറഞ്ഞ ഫംഗ്ഷനും, അതുപോലെ എക്സ് ആക്സിസ് ഒരു ബൗണ്ട്, പിന്നെ അടുത്തത് എക്സ് ഇക്വൽ ടു എ എന്ന് പറഞ്ഞ ലൈനും എക്സ് ഇക്വൽ ടു ബി എന്ന് പറഞ്ഞ ലൈനും. അപ്പൊ ഇത്രയും ബൗണ്ടറി ഉള്ള അതിനുള്ളിലുള്ള ആ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന ആ റീജിയനിന്റെ മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ലാമിന എന്നാ പറയാം. ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട് ഒരു ഷേപ്പിൽ കിട്ടും. അപ്പൊ ആ ഷേപ്പിനെ നമ്മൾ ലാമിന എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. എം ഈക്വൽ ടു, അത് ഈ സമ്മേഷന്റെ ലിമിറ്റ് ആയിട്ട് നമ്മൾ എഴുതും. ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സിഗ്മ കെ ഈക്വൽ ടു 1 to n റോ ഇൻറ്റു, റോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അതുകൊണ്ട് റോ ഇൻറ്റു എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി റോ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും, എയും ബിയും തന്നിട്ടുണ്ടാവും, ബൗണ്ടറീസ് ആണ്. പിന്നെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആവില്ല. ആ ഒരു വ്യത്യാസമാണുള്ളത്. അപ്പൊ അതെന്താ നോക്കാം. ഇഫ് എ ലാമിന കറസ്പോണ്ടിങ് ടു എ റീജിയൻ ആർ has a variable density rho of xy, where rho is non-negative and continuous on R, then we define its mass m by the double integral m equal to limit nom p tends to 0 sigma k equal to 1 to n rho into f of x k star y k star into delta a k. അതെന്ന് പറയുന്നത് ഈ ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ. അപ്പൊ ഇവിടെ ഡി എ എന്ന് പറയുന്നത് നമുക്ക് ഡി എക്സ് ഡി വൈ ആയിട്ട് എഴുതാം. അത് ആ ഓർഡർ മാറുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഈ റീജിയൻ തന്നിരിക്കുന്നത് അനുസരിച്ച്. അപ്പൊ ആർ എന്ന് പറഞ്ഞ റീജിയൻ എക്സിന്റെയും വൈന്റെയും ലിമിറ്റുകളായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ റോ എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ആ ലാമിന എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ജസ്റ്റ് കുറെ കർവുകൾ വെച്ച്, ബൗണ്ടറി വെച്ച്, നമുക്ക് അതിനുള്ളിൽ വരുന്ന ആ പോർഷൻ പല ഷേപ്പിലാവാം. നമുക്ക് ഈ ഷേപ്പ്, നമുക്ക് ആ ഷേപ്പിന് പേര് പറയാൻ പറ്റാത്ത ടൈം ആകുമ്പോൾ നമ്മൾ അതിനെ ലാമിന ആണ് ജനറലി പറയുക. നമുക്ക് അതിന് പ്രത്യേക ഷേപ്പ് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ലാമിന എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെൻസിറ്റി ആണ് റോ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ. അപ്പൊ ആർ എന്ന് പറഞ്ഞ റീജിയൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതുപോലെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. ഡബിൾ ഇന്റഗ്രലിന്റെ ആപ്ലിക്കേഷൻസ് ആണല്ലോ നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്കിപ്പോ ആവശ്യമുള്ളത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സെന്റർ ഓഫ് മാസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് മാസ് എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട്
തന്നെ അതിന് 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒന്നായിട്ട് പറയാൻ പറ്റില്ല, 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ലാമിന ആർ ദെൻ എക്സ് ബാർ ഈക്വൽ ടു my ഡിവൈഡഡ് ബൈ m എന്ന് വെച്ചാൽ എമ്മിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y കാണണം, ഇനി y ബാർ ഈക്വൽ ടു mx ഡിവൈഡഡ് ബൈ m. അപ്പൊ ഇവിടെ ഈ my-യും mx എന്ന് പറയാം, ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല, my എന്ന് പറഞ്ഞ ഒരു നൊട്ടേഷൻ ആണ്. അത് എന്താ നമ്മളിവിടെ പറയാൻ പോവാണ്. my-യും mx-ഉം എന്താ നോക്കാം. ഈ m എന്ന് പറയുന്നത് മാസ് ആണ് കേട്ടോ. ഇനി ഈ my-യും mx-ഉം എന്താന്ന് നോക്കാം. അത് മൊമെന്റുകളാണ്. മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ my എന്ന് പറയുന്നത് എന്താണ്? വേർ my ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ r x ഇൻറ്റു റോ ഓഫ് xy dA and mx equal to double integral over r y into rho of xy dA are the moments of the lamina about the y and x axis. അപ്പോൾ about y ആക്സിസിനെ my നമ്മൾ ഡിനോട്ട് ചെയ്യുക, അതുപോലെ about x ആക്സിസിനെ mx എന്ന് ഡിനോട്ട് ചെയ്യും. മൊമെന്റ് about y ആക്സിസും ഇത് മൊമെന്റ് about x ആക്സിസ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് രണ്ടും കണ്ടുപിടിക്കേണ്ടത്. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. ഇനിയും നമ്മുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് കാര്യം? അപ്പൊ നമ്മുടെ സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് വേർ വി കൺസിഡർ ഓൾ ദ മാസ് ഓഫ് ദ ലാമിന ടു ബി കോൺസെൻട്രേറ്റഡ്. എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ മാസും, ഒരു ലാമിന എന്ന് പറഞ്ഞ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പം ലാമിനയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാമിനയുടെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണല്ലോ. റോ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുക സെൻട്രോയിഡ് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്, സെൻട്രോയിഡ്. ഇഫ് റോ ഓഫ് എക്സ് വൈ ഈസ് എ കോൺസ്റ്റന്റ് then the center of mass is called the centroid of the lamina. The centroid എന്ന് പറഞ്ഞതാണ് center of mass when rho of xy is constant. അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതൊക്കെ എന്താന്ന് നോക്കാം. ഇനി അടുത്തൊരു നോട്ടാണ്. ഇപ്പൊ നമ്മള് എന്താ my-യും mx എന്താന്നുണ്ട് മൊമെന്റ്സ് അല്ലെ. ആ മൊമെന്റ്സിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടും, ഫസ്റ്റ് മൊമെന്റ്സ് ഓഫ് എ ലാമിന എന്ന് നമ്മൾ പറയും. അപ്പൊ ഇന്റഗ്രൽസ് my and mx are also called the first moments of a lamina about y and x axis respectively. അപ്പൊ ഇതിനെ നമ്മൾ മൊമെന്റ്സ് ഫസ്റ്റ് മൊമെന്റ് എന്നാ നമ്മൾ പറയാം. കാരണം അവിടെ നമുക്ക് ആ ഇന്റഗ്രലിന്റെ ഉള്ളിൽ ഒരു എക്സേ ഉള്ളൂ. ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ നോക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ മറ്റൊരു പേരാണ് സെക്കൻഡ് മൊമെന്റ്സ് ഓഫ് എ ലാമിന. അപ്പൊ സെക്കൻഡ് മൊമെന്റ് ആവുമ്പോൾ എന്താ ഇക്വേഷനിൽ വ്യത്യാസം നമുക്ക് നോക്കാം. The second moments of a lamina or moments of inertia about the x and y axis are defined by the double integral ix equal to double integral over r y square into rho of xy dA and iy equal to double integral over r x square rho of xy dA. അപ്പൊ ഇവിടെ നമ്മള് ഈ ഇന്റഗ്രലിന് ഇവിടെ ഐ എക്സ് ആ ചോദിച്ചേക്കുന്നെങ്കിൽ ഇവിടെ വൈ ആണ് ഉള്ളിൽ വരിക. അതുപോലെ iy ആണെങ്കിൽ എക്സിന്റെ ടേം ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊമെന്റും ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് മൊമെന്റിൽ ഇവിടെ വൈ ഉള്ളെങ്കിൽ ഇവിടെ വൈ സ്ക്വയർ ഉണ്ട് അല്ലെ. ആ ഒരു വ്യത്യാസമാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ലാമിന ആണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ
മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രം കാണാനായിട്ട് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്റഗ്രൽസിന്റെ ഇക്വേഷനൊക്കെ ജസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും എന്തായിരിക്കും, റീജിയനും തന്നിട്ടുണ്ടാവും, ഡെൻസിറ്റിയും തന്നിട്ടുണ്ടാവും. ബാക്കി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. ഇക്വേഷൻസ് മാത്രം നമുക്ക് ഓർത്തിരുത്താൽ മതി. അപ്പൊ എന്തൊക്കെയാണ് ജസ്റ്റ് മാറിപ്പോവാതെ, ഇപ്പൊ നമ്മൾ IX കൊടുക്കുമ്പോൾ ഇവിടെ y² ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. Problem: find the moment of inertia about the x-axis of the lamina that has the shape of the region bounded by the graphs of y equal to x² and y equal to √x and having density rho of xy equal to x². അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ x-axis മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, IX മാത്രമേ കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, റീജിയൻ തന്നിട്ടുണ്ട്. റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിന ആണ്. ലാമിനന്റെ ബൗണ്ടറീസ് പറഞ്ഞിട്ടുണ്ട്. y equal to x² ആൻഡ് y equal to √x പറഞ്ഞ ഗ്രാഫ് ബൗണ്ട് ചെയ്തേക്കുന്ന ആ പോർഷൻ ആണ്. പിന്നെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. റോ ഓഫ് xy equal to x² ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം റീജിയൻ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. നമ്മുടെ ഗ്രാഫില് നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. y equal to x² ഉം y equal to √x ആണ്. അപ്പൊ ഇത് ഒറിജിൻ, നമുക്ക് 1 ഇവിടെ അതുപോലെ 1. അപ്പൊ നമുക്ക് y equal to x² എന്ന് പറയാം. അപ്പൊ x 0 ആവുമ്പോ y 0, x 1 ആവുമ്പോ y എന്താ, x 1 ആവുമ്പോ y യും 1² വരും അല്ലെ, 1 തന്നെ വരും. അപ്പൊ y equal to x² എന്ന് പറഞ്ഞത് ഒരു പരാബോളയാണ് അല്ലെ. നമുക്കറിയാം y equal to x² ഫംഗ്ഷൻ എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. x² ഗ്രാഫ് നമുക്കറിയാലോ അല്ലെ. എങ്ങനെയായിരുന്നു, ഇങ്ങനെ വളഞ്ഞ് ഒരു പരാബോളയായിട്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതാണ് y equal to x² എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ്. y equal to x². അടുത്തത് y equal to √x. y equal to √x ആണെങ്കിലും x 0 ആവുമ്പോ y 0 ആണ്. x 1 ആവുമ്പോ y എന്താ, അതും 1 ആണ്. പിന്നെ അതുപോലെ 1/4, x 1/4 ആവും. നമുക്ക് ഇടയ്ക്ക് കുറച്ച് പോയിന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. x 1/4 ആവുമ്പോ ഇത് 1/2 ആണ്. അപ്പൊ ഇത് 1/4. x 1/4 ആവുമ്പോ അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോ 1/2 വരും. അപ്പൊ ഇവിടെ ഏകദേശം ഇവിടെ വരും. അപ്പൊ ഏകദേശം നമ്മുടെ ഗ്രാഫ് √xന്റെ ഗ്രാഫ് വരിക ഇങ്ങനെ വളഞ്ഞിട്ടാണ്. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ √xന്റെ ഗ്രാഫ് വരിക. ഇതെന്ന് പറഞ്ഞാൽ y equal to √x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പൊ ഇത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് നോക്കാതെ തന്നെ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്നത് ഇക്വേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാവും. 0 0 എന്ന് പറഞ്ഞ പോയിന്റും 1 1 എന്ന് പറഞ്ഞ പോയിന്റും ആണ് രണ്ട് ഗ്രാഫും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. പിന്നെ ഇവിടെ y ആണ് നമുക്ക് ഫംഗ്ഷന്റെ ടൈമിൽ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് yന്റെ ബൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. L എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി അത് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ആ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന അവിടുത്തെ ഫംഗ്ഷൻ ഏതാണ്, y equal to x² ആണ് അല്ലെ. അപ്പൊ y equal to x² ആണ് എൻ്റർ ചെയ്യുന്ന അവിടുത്തെ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ. അതുപോലെ പുറത്തേക്ക് പോകുന്ന അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ y equal to √x ആണ്. അപ്പൊ നമ്മുടെ y വേരി ചെയ്യുന്നത് x² തൊട്ട് √x വരെയായിരിക്കും. അതുപോലെ x വേരി ചെയ്യുന്നത് x ഇവിടെ തൊട്ട് നമ്മളിങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ x 0യിൽ നിന്ന് തുടങ്ങി x എവിടെ വരെ പോവുള്ളൂ, 1 വരെ പോവുള്ളൂ. അപ്പൊ x വേരി ചെയ്യുന്നത് 0 to 1 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. Let R denote the region enclosed by the graph
y equal to x square and y equal to root x. These two graphs intersect at the point ordered pair 0, 0 and ordered pair 1, 1. Draw a vertical line L enters the region R when y equal to x square and leaves R when y equal to root x. Hence, the limit of integration of y are from y equal to x square to y equal to root x. To cover the entire region R, the line L should move from x equal to 0 to x equal to 1. Therefore, the limit of integration of x are from x equal to 0 to x equal to 1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. നമുക്ക് അപ്പോൾ റീജിയൻ കിട്ടി. ഇതാണ് നമ്മുടെ റീജിയൻ. പിന്നെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ എഴുതാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ therefore റോ ഓഫ് എക്സ് വൈയും കൂടെ എന്താണെന്ന് ഓർത്തിരിക്കണം. അത് എക്സ് സ്ക്വയർ ആണ്. The moment of inertia about x-axis of the given lamina is Ix equal to double integral over R. ഇക്വേഷൻ അത് എഴുതാം. ഇവിടെ Ix ആണ്, ഇവിടെ y സ്ക്വയർ ആണ്. അത് മാത്രം വിട്ടു പോകരുത്. റോ ഓഫ് എക്സ് വൈ ഡി. അപ്പൊ ഇനി ഇതിൽ കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്നത് എക്സിനായിരുന്നു അല്ല. എക്സ് വേരീസ് ഫ്രം 0 to 1. അടുത്ത y വേരീസ് ഫ്രം എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് y സ്ക്വയർ ഉണ്ട്. റോ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഇത് y വേരി ചെയ്യുന്ന ലിമിറ്റ് ആയതുകൊണ്ട് ആദ്യം dy പിന്നെ dx. അപ്പൊ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y³ / 3 എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറും കൂടെ നമുക്ക് പുറത്തിട്ടാൽ കുഴപ്പമില്ല, കാരണം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. y³ / 3 വേരീസ് ഫ്രം എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ് dx. പിന്നെ ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു y³. വൈക്ക് റൂട്ട് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് എക്സ് ആ കൊടുക്കുന്നെങ്കിൽ എന്ത് വരും? റൂട്ട് എക്സ് ക്യൂബ് എന്ന് പറയും അല്ലെ. റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻². x⁻² ⁻3. അപ്പൊ എന്ത് വരും? x⁻³ നമുക്ക് ഈ 1/3 എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തേക്കാം. മൈനസ് ഇനി വൈക്ക് പകരം എക്സ് സ്ക്വയർ കൊടുത്തു. x²³ എന്ന് പറയുമ്പോൾ 2 × 3 6 x⁻6 വരും. പിന്നെ dx. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിന്റെ ടൈം ആണല്ലോ മൊത്തം. അപ്പൊ 1/3 ഇന്റഗ്രൽ 0 to 1 x² മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കട്ടായി പോയി x³ മാത്രമാവും. മൈനസ് x⁻6 അല്ലേ. അല്ല, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ചെയ്യണ്ടേ. പവറുകൾ രണ്ടും ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യല്ല വേണ്ടേ. അപ്പൊ x⁻² + 3/2 വരും. അപ്പൊ എന്ത് വരും? 2 × 2 4 + 3 7/2 വരും. അത് വിട്ടു പോകരുത് കേട്ടോ. ഓൾ പവർ ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിപ്പോ രണ്ടും കൂടെ x² x⁻³ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകൊണ്ട് നമ്മൾ ഇത് 2ഉം 3/2 കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് മാറിപ്പോകരുത്. ഇനി അടുത്തത് ഇവിടെ x² × x⁻6 എന്ന് പറയുമ്പോൾ x⁻2 + 6 8 വരും dx. പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 1/3 x⁻7/2 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁻7/2 + 1 എന്ന് പറയുമ്പോൾ x⁻9/2 വരും. ഡിവൈഡഡ് ബൈ 9/2 മൈനസ് x⁻9
ബൈ 9. 0 to 1 നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1ന്റെ ഏത് പവർ ആയാലും 1 തന്നെ വരുള്ളൂ. അപ്പോൾ 1/3 ഇൻറ്റു 1/9/2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 2/9 എന്ന് എഴുതാം അല്ലേ. പിന്നെ അടുത്ത ഇതിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അത് 1/9 തന്നെ വരും. ഇനി അടുത്ത 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 0 വരും അല്ലേ. അപ്പോൾ ഇവിടെ 2 - 1 രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്. 2 - 1 1 വരും. അപ്പോൾ 1/3 ഇൻറ്റു 1/9 which is equal to 1/9 into 3 27. അപ്പോൾ ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാൻ വേണം, ഇക്വേഷൻ അറിയാൻ വേണം. അപ്പം ജസ്റ്റ് ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. മാസ് കാണാൻ, അതുപോലെ മൊമെന്റ്സ് കാണാൻ, ഫസ്റ്റ് മൊമെന്റ്, അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ഒക്കെ ഓർത്തിരിക്കുക. നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ റീജിയൻ കണ്ടുപിടിക്കാൻ നമുക്കറിയണം. നമ്മളിപ്പോൾ ഒത്തിരി പ്രോബ്ലം ചെയ്തു റീജിയൻ കണ്ടുപിടിക്കാൻ. അതേ മോഡൽ തന്നെയാണ് എല്ലാത്തിനും റീജിയൻ കണ്ടുപിടിക്കാൻ. ഗ്രാഫ് വരയ്ക്കാനും അറിഞ്ഞിരിക്കണം.